Hello, welcome back everyone. Today is our second day at Malaysia. ഇന്ന് ബൈ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റെഡിയായി ബിക്കോസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ടിൽ 10 ആയിരുന്നു. സോ ബൈ 9 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വി വെൻറ്റ് സ്ട്രെയിറ്റ് ടു Genting Highlands. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഡേ. സോറി, ഇറ്റ്സ് നോട്ട് Genting Highlands, ഇറ്റ്സ് Genting Highlands. ഏകദേശം 1.5 hour ഡ്രൈവ് ഉണ്ടായിരുന്നു ഫ്രം അവർ സ്റ്റേ ടു Genting Highlands. ലെവൽ 4. പിന്നെ Genting Highlandsൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് മലേഷ്യാസ് ലാസ് വേഗസ് ഓഫ് ദ ഈസ്റ്റ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കുറേ കാസിനോസ്, മോൾസ്, ഭയങ്കര നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയാണ്. കുറേ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഉള്ളൊരു പ്ലേസാണ് ഈ Genting Highlands എന്ന് പറയുന്നത്. എഡിബി പേരുള്ള അല്ലേ? എഡിബി അവിടെ എഡിബിൾ, പക്ഷേ എഡിബി It's kind of a mall. I don't remember exactly. I think this is 4th floor. നമ്മൾ 4th ഫ്ലോറിൽ നിന്നായിരുന്നു കേബിൾ കാർ എടുക്കേണ്ടത്. ഇതാണ് അവാന സ്റ്റേഷൻ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത അവാന സ്റ്റേഷൻ നിന്നാണ്. ഞങ്ങൾ നേരെ സ്ട്രെയിറ്റ് ടു ദ ടോപ്പസ്റ്റ് സ്റ്റേഷനാണ് പോയത്. പിന്നെ തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ ചിൻസ്വി ടെമ്പിളിൽ സ്റ്റോപ്പ് എടുത്തത്. ഇതിനൊരു അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ക്യൂ ഒക്കെ തീരും. ബിക്കോസ് ഒരു കേബിൾ കാറിൽ അറൗണ്ട് 8 to 9 പീപ്പിൾ ഈസിലി കയറായിരുന്നു. അങ്ങനെ വലിയ ഹാസിൽ ഒന്നും പറയാനും പറ്റില്ല. മീറ്റ് ദിസ് ക്യൂട്ടി ഐഷു. ഞങ്ങളുടെ കൂടെ ഹോൾ ട്രിപ്പ് ഉണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് പാസ് ടൈം എന്ന് പറയുന്നത് ഐഷുവിനെ കളിപ്പിക്കുന്നതായിരുന്നു. I think we will have to come back here. കുറച്ചൊരു റെയിനി മിസ്റ്റി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ റെയിൻ ഇങ്ങനെ വീണിട്ട് ആ റെയിൻ ഡ്രോപ്ലെറ്റ്സ് മൊത്തം ഞങ്ങൾക്ക് വീഡിയോ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു. വീഡിയോയില് തുറക്കണമെന്നാ തിരിച്ചുവരുമ്പോ ഇറങ്ങിയാ മതിയോ? ഗൈസ്, അതാണ് ജിൻസു ടെമ്പിൾ. ആയിരിക്കും. ഞങ്ങളോട് അവിടെ കേബിൾ കാർ കയറിയപ്പോൾ ഫാമിലി ആണോ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞങ്ങൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് മേളിലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് 100 റിങ്കറ്റ്സ്, 100 or 150 റിങ്കറ്റ്സ് കൊടുത്താലാണ് നമുക്ക് ആ പിക്ചർ കിട്ടും. ഞങ്ങളെല്ലാവരും പറഞ്ഞു അവിടെ തന്നെ വെച്ച കുഴപ്പമില്ലാതെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ട് പോയി. ഞങ്ങൾ ട്രാവൽ ഗൈഡ് രാവിലെ ഞങ്ങൾ ആ മോളിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് വൈകിട്ടൊരു 4 ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് പോയി.
അപ്പോൾ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ വിചാരിച്ചു ഒരു 2 വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി 2 to 4 നമുക്ക് ചിൻസ്വി ടെമ്പിളിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ചിൻസ്വി ടെമ്പിളിൻ്റെ അവിടെ കുറേ കൂടി ഇഷ്ടപ്പെട്ടത് ബിക്കോസ് കുറച്ചും കൂടെ നേച്ചറായിട്ട് കണക്റ്റായിട്ട് ഫീൽ ചെയ്തത് എനിക്ക് ചിൻസ്വി ടെമ്പിളാണ്. മോൾ നമ്മൾ സ്ഥിരം പോകുന്നൊരു സ്ഥലമാണ്. എനിക്ക് അങ്ങനെ വലിയ പ്രത്യേകത എന്നോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തൊന്നുമില്ല. പക്ഷെ എനിക്ക് ചിൻസ്വി ടെമ്പിൾ എനിക്ക് അവിടുത്തെ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. എത്ര സംഭവം ഇതിനൊക്കെ എത്ര ക്യൂട്ടായിട്ട് എത്ര ടോയ്സ് ഉണ്ട്. ലഘു കൂടെ വേറെ വേർഷനാണ്. കളർഫുൾ അല്ലേ? പൂച്ചയാണോ മുരിയാണോ? സ്ട്രീറ്റ് പോലെ ഉണ്ടല്ലേ? താരമൊക്കെ അങ്ങനത്തെ റഫ് ലുക്ക് ഉണ്ട്. സ്ട്രീറ്റ് ലുക്കിൽ അവർ പണിതിരിക്കുന്നത്. ദാസലു എനിക്ക് എന്തെങ്കിലും കളിച്ച് ജയിച്ച് വാങ്ങിട്ടാ. ജൈവീലുണ്ട്. ശരിക്കും വാങ്ങിക്കാൻ പോവാ സൽമാൻ. ഓ അറ്റ് ദിസ് മോമെന്റ് ഞങ്ങൾക്ക് ഓണസ്റ്റ്ലി എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ കുറച്ച് ലോസ്റ്റായിട്ട് നിൽക്കുക. ഞങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റാൻഡമായിട്ട് കുറേ നടന്നു. ഞങ്ങൾ താഴോട്ട് പോയിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇനി ഇവിടെ ഞങ്ങൾക്ക് മോൾ മാത്രമാണോ അത് പുറത്തോട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ കാണാമെന്നുള്ള ഡൗട്ട്. കാരണം പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ നോക്കി ട്രൈ ചെയ്തു, പക്ഷെ അതും സക്സസ്ഫുൾ ആയില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തിരിച്ച് മോളിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. അതാണ് നമ്മൾ ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് വ്യൂ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഈ മോളിൻ്റെ പുറത്തോട്ട് ഇറങ്ങണം എന്നായിരുന്നു ആഗ്രഹം. എനിക്കിങ്ങനെ ഈ മോളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് നേച്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ബിക്കോസ് ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. ഒന്നും കാണുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്തെന്തായിരുന്നു? നമ്മൾ ഓർഡർ ചെയ്തതാ ഇതാ സ്പൈസി മിൻസ്ഡ് വെജ് വിത്ത് റൈസ് ആൻഡ് സണ്ണി സൈഡ്. ഇവിടുത്തെ നൂഡിൽസ് കാണാൻ നല്ല രസമുണ്ട്. മറ്റേ ഗ്ലാസ് നൂഡിൽസ് പോലെ ഇങ്ങനെ ഭയങ്കര തിന്നായിട്ട് സംഭവം. ഇവിടെ ഓർഡർ കൊടുക്കുന്ന സംഭവം കാർഡ് പോലെ ഉണ്ട്. എന്നിട്ട് ഡിഷിന് ഇങ്ങനെ ഓരോ നമ്പറും ഉണ്ട്. നേരത്തെ മെനുവിൽ കാണിച്ചു. ഇങ്ങനെ ക്വാണ്ടിറ്റി 1 ഇടാം. ഇങ്ങനെ ഓർഡർ ഉള്ള സംഭവം. ബട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മലേഷ്യയിൽ സ്റ്റേ ചെയ്ത് 2 days ഇങ്ങനത്തെ ഫുഡ് തപ്പി കിടക്കുമായിരുന്നു. പിന്നീട് ഈ ക്രോഷ്യയുടെ ഷോപ്പിൽ കയറി. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റീസെൻ്റ്ലി ഐ ബീൻ ഇൻ ടു ക്രോഷ്യ. ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്ലവർ അഗൈൻ ക്രോഷ്യ ചെയ്തായിരുന്നു. പിന്നെ അവരെൻ്റെ ബാഗിനെ കോംപ്ലിമെൻറ്റ് ചെയ്തു. ബിക്കോസ് അതും സം കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. ഇതിൽ തണുപ്പാണോ അത് മൊത്തം തണുപ്പുണ്ട്. കാറ്റടിക്കുന്നുണ്ട്. ആക്ച്വലി കേബിൾ കാറിൽ മൊത്തം വെന്റിലേഷനാണ്. ഈ പുറത്തെ ഈ ഒരു മിസ്റ്റി വെതർ തന്നെയാണ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ അടിക്കുന്നത്. ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ലാണ്ടാണ് വന്നത്. ഞാൻ ഒരു ഹോൾഡർ നെക്ക് ഡ്രസ്സ് ഇട്ടാണ് വന്നത്. തീരെ പ്രിപ്പയർഡ്. എനിക്ക് ജാക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു.
പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ബെയറബിൾ കോൾഡാണ്. നമുക്ക് ഇപ്പം ഞാനൊരു സ്വെറ്റർ ഇല്ലാണ്ടും എനിക്കങ്ങനെ ഭയങ്കര തണുത്ത അങ്ങനത്തെ ഒരു ഇതല്ല. ബട്ട് ഭയങ്കര ഒരു ക്ലൗഡി നല്ല മിസ്റ്റി ക്ലൈമറ്റ് ആയിരുന്നു. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. വി ദെൻ റീച്ച്ഡ് ചിൻസ്ബി സ്റ്റേഷൻ. നമ്മൾ ആ ചിൻസ്ബി സ്റ്റേഷനിൽ നിന്ന് കുറച്ച് താഴോട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട് ഈ ടെമ്പിളിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ. പക്ഷെ ഫുൾ എസ്കലേറ്റേഴ്സ് ആണ്. കണ്ടോ? നമുക്കെടുക്കാതെ ഐ വാസ് വേ ടു എക്സൈറ്റഡ്. ഇത്രയും നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറേ താഴെ പോകണമെന്ന് പോലെ ഫീൽ ചെയ്യും. ബട്ട് ഫുൾ എസ്കലേറ്റേഴ്സ് ആണ്, ഒട്ടും ടയറിങ് അല്ല. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഫോട്ടോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ബാക്കിൽ കേബിൾ കാർസ് ഇങ്ങനെ വരുന്നതായിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുൾ എസ്കലേറ്റേഴ്സ് ആണ്. നമ്മൾ കുറച്ച് ഒരു 10 സ്റ്റെപ്സ് വെക്കുമ്പോൾ എസ്കലേറ്റർ, 10 സ്റ്റെപ്സ് വെക്കുമ്പോൾ എക്സ്കലേറ്റർ, അങ്ങനെയായിരുന്നു. പിന്നീട് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ തണുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് യൂസ്ഡായി. ഇവിടെ എനിക്ക് കുറേ കൂടെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. മറ്റേ മോളിൻ്റെ അകത്ത് ഭയങ്കര റഷൻ, ഭയങ്കര തിക്കും തിരക്കായിരുന്നു. ഇവിടെ കുറേ കൂടെ പീസ്ഫുള്ളായിരുന്നു. എന്നാൽ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും സംതിങ് അബൌട്ട് ദിസ് പ്ലേസ് ഫീൽസ് സോ പീസ്ഫുൾ. ഭയങ്കര കാമായിരുന്നു. ആ ഒരു ക്ലൈമറ്റും എല്ലാം കൊണ്ട് നന്നായിരുന്നു. ഇവിടെ യു ക്യാൻ മേക്ക് എ വിഷ് ആൻഡ് ഇറ്റ് സേസ് 1 bell sound for 1 wish. അതായത് നിങ്ങൾ ഒരു വിഷ് ചെയ്തിട്ട് ഒരു ബെല്ലടിക്കുക. ഇങ്ങോട്ടേക്ക് കേബിൾ കാർ അല്ലാണ്ട് ബൈ റോഡും വരാൻ പറ്റും. ബട്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. ബട്ട് ദാറ്റ്സ് എൻ ഓപ്ഷൻ. അമ്പലത്തിലിങ്ങനെ ചെരുപ്പിട്ട് കയറിയിട്ട് എന്തോ പോലെ. ഇവരുടെ ഇതിൽ അങ്ങനെയില്ല. പക്ഷെ ഞാൻ ഞങ്ങൾക്ക് ചെരുപ്പ് ഊരിട്ടാണല്ലോ കയറണ്ടേ. അപ്പൊ ഒരു സംതിങ് എന്തോ വിയർഡ്നെസ് ശരിയായിട്ട് തോന്നുന്നില്ല.
നേരത്തെ ജെൻറ്റിങ് ഹൈലൻഡ്സ് വെച്ച് ഞങ്ങൾ എല്ലാവരും തെറ്റി തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. ഐഷ് നല്ല മൂഡിലായിരുന്നു, ഫുൾ ഡേ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് ആസ് പെർ ഐറ്റിനറി ഞങ്ങൾ സ്റ്റേഡ് അവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. ബട്ട് ഫസ്റ്റ് ഞങ്ങൾക്ക് ബാട്ടു കേവ്സിന് മിസ്സായി, ബിക്കോസ് ഞങ്ങൾ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നേരെ ബാട്ടു കേവ്സിലോട്ട് പോകുന്ന കുറച്ച് മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഐഷൊക്കെ നല്ല ഉറക്കം, കൂടെ ഞാനും ഉറങ്ങി. ബാട്ടു കേവ്സിൽ ഞങ്ങൾക്ക് ആക്ച്വലി ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു, ബിക്കോസ് 10 to 15 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് മേട് വരെ കയറിയിട്ട് ഇറങ്ങുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേല് വരെ കയറിയില്ല. പകരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ അവിടെ കയറണമെങ്കിൽ തന്നെ യു ഹാവ് ടു കവർ യുവർ ഷോൾഡേഴ്സ് ആൻഡ് ആംസ്. അവിടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ മേക്ക് ഷുവർ നമ്മൾ കവർ ചെയ്യുന്ന ക്ലോത്ത്സ് ഇടുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കരിക്കൊക്കെ കുടിച്ചു. മലേഷ്യയിലെ കരിക്കിനെന്ന് ഭയങ്കര പ്രത്യേകതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തന്നു. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. മലേഷ്യയിൽ പോയിട്ട് നിങ്ങൾ കരിക്ക് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഇന്നും by 8 ഒക്കെ ആയപ്പോൾ നമ്മളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഓക്കെ, ലിഫ്റ്റ് പോയി. ഒരു 2 മണിക്കൂർ ഉറക്കത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. മെട്രോ സ്റ്റേഷൻ ഞങ്ങളുടെ സ്റ്റേയുടെ തൊട്ടപ്പുറത്ത് തന്നെ മെട്രോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആക്സസ് ആയിരുന്നു. ഔട്ട്ഫിറ്റ് നമ്മളിവിടെ നാട്ടിൽ ആലുവ തൃപ്പൂണിത്തുറയിലും ആലുവയിലോട്ട് മെട്രോ ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ബിക്കോസ് കുറേ നമ്പേഴ്സും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മോണോറെയിലും ഇൻ്റർചേഞ്ചും അങ്ങനെ കുറേ ഉണ്ട്. ചേഞ്ച് ഒന്നാണോ? 1 ringgit more. നിങ്ങളിപ്പോൾ ഏത് ഡെസ്റ്റിനേഷനിലാണോ പോകേണ്ടത് അത് അവരോട് ചോദിച്ച് കറക്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഞങ്ങൾ മെട്രോസിൽ നിന്ന് ഇറങ്ങുന്നത് ഈ സ്ട്രീറ്റിലോട്ടാണ്. ഞാൻ മലേഷ്യയിൽ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ നൈറ്റ് ലൈഫാണ്. ഒരു രക്ഷയില്ലാത്ത നൈറ്റ് ലൈഫാണ്. 2-3 മണിക്കൊക്കെ രാത്രി ഫുൾ റോഡ് നിറച്ചു ആൾക്കാർ, ഇത്രയും തന്നെ ആൾക്കാർ കാണും. ഞങ്ങൾ ഒരു ദിവസം പോലും നൈറ്റ് ലൈഫ് മിസ് ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും രാത്രി ഒരു 2 to 3 ഞങ്ങൾ പുറത്തായിരിക്കും. ഇവിടെ ദർശനം എങ്ങനെ ഉണ്ടെന്നാ അൺഫോർച്ചുനേറ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്നു. ബട്ട് ഇതിങ്ങനെ ഒരു ഗ്ലിംസ് ഓഫ് H&Mന്റെ ഉള്ളിൽ ലേറ്റായിട്ട് ഇറങ്ങുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിരിക്കില്ല. സെഫോറ, H&M അങ്ങനത്തെ ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിരിക്കില്ല.
റിസോർട്ടാണോ മോളാണോ അത്? I think that's a mall. Even though street food shops, drinks in their shops are basically street shops on are completely on it. Huh? Sephora? Huh? Maltese ice cream. My guess was right. Pavilion Mall. മോളാണ്. പക്ഷെ എല്ലാം നല്ല ഹൈഫൈ പോഷ് കടകളാണ്. കാർട്ടിയർ, റോളക്സ്, ലൂയി വിറ്റോൺ, ഡിയോർ പൊട്ടിയിരിക്കുക കേട്ടോ. നല്ല മാഗ്നറ്റാണ്. നല്ല പാക്കേജിങ്. എന്ത് രസം. വേവ്സ് പോലോ. ലഗേജ് അങ്ങനെ വെക്കും. ഞാൻ ഇത് വാങ്ങിച്ചു. നല്ല മണമുണ്ട്.